പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നിർണായക സംസ്ഥാന കൌൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിന്റെയും PMA സലാമിന്റെയും പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. PMA സലാമിനായി PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറിനായി ET മുഹമ്മദ് ബഷീറും KPA മജീദുമാണ് രംഗത്തുള്ളത്. ഉന്നതാധികാര സമിതി അല്പസമയത്തിനകം ചേരും. അതിനിടെ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അച്ചടക്ക സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് നടപടിയെടുത്തത്. അശ്വിൻ വല്ലത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, MK മുനീറിന് സാധ്യത എന്ന് തന്നെയാണോ ഈ നിമിഷത്തെയും സൂചനകൾ? കോഴിക്കോട് ലീഗ് ഹൌസിൽ ഇത് ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹികൾ ആരൊക്കെയെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഏതായാലും ഇപ്പോൾ രണ്ട് പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്: PMA സലാം, MK മുനീർ. അതിൽ തന്നെ PMA സലാമിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി പക്ഷം ശക്തമായി വാദിക്കുമ്പോൾ ഉന്നതാധികാര സമിതിയിലെ മുതിർന്ന നേതാക്കളെല്ലാം MK മുനീർ ഭാരവാഹിയായി വരണം എന്നുള്ളൊരു ആവശ്യത്തിലാണ്. അത് ഇന്നലെ തന്നെ ശക്തമായി ഇവർ KM ഷാജി പ്രതിനിധാനം ചെയ്യുന്ന KM ഷാജി പക്ഷത്തെ നേതാക്കൾ ഈ വിഷയം നേതൃത്വത്തെ അറിയിച്ചിരുന്നു, സാദിഖ് അലി തങ്ങളെ അറിയിച്ചിരുന്നു. ഈ കാര്യത്തിൽ MK മുനീറിന് ഒരു അവസരം നൽകണം, മാത്രമല്ല മലപ്പുറം ജില്ലയ്ക്ക് പുറത്തേക്ക് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്നലെ തന്നെ ഇവർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല PMA സലാമിന്റെ നേതൃത്വത്തിൽ പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളും വഷളായത് PMA സലാമിന്റെ നേതൃത്വത്തെ തുടർന്നാണ് തുടങ്ങിയ വിഷയങ്ങൾ ഇവർ ഉന്നയിച്ചു. സലാം ഭാരവാഹിയായി എത്തുകയാണെങ്കിൽ, PMA സലാം ജനറൽ സെക്രട്ടറിയായി എത്തുകയാണെങ്കിൽ വിയോജിക്കേണ്ടി വരും, വേണമെങ്കിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടി വരും എന്നടക്കം ഈ നേതാക്കൾ സാദിഖ് അലി തങ്ങളെ ധരിപ്പിച്ചു. ഇനി ഏതായാലും തീരുമാനമെടുക്കേണ്ടത്, ഈ കാര്യത്തിൽ ആരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെയാണ്. പാണക്കാട് കുടുംബത്തിന്റെ പിന്തുണ MK മുനീറിനുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളും ലീഗിനകത്ത് നിന്ന് വരുന്നു. കാരണം പാണക്കാട് കുടുംബത്തിന്റെ പിന്തുണ ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. രണ്ട് പേരുകൾ സമാസമം ഇങ്ങനെ പരിഗണിക്കപ്പെടുന്ന സമയത്ത് കുടുംബത്തിന്റെ പിന്തുണ ആർക്ക് എന്നുള്ളതും ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിനെ തന്നെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം സലാമിനെ സെക്രട്ടറിയായി കൊണ്ടുവന്നാൽ, ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവന്നാൽ മത്സരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ള നിലപാടിൽ മറുപക്ഷം നിൽക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് ഹൌസിലേക്ക് എത്തുകയാണ്. ഉന്നതാധികാര സമിതി യോഗം അല്പസമയത്തിനകം ചേരും. ഈ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പഴയ സംസ്ഥാന കൌൺസിൽ യോഗം ചേരും, നിലവിലെ സംസ്ഥാന കൌൺസിൽ യോഗം ചേരും. നിലവിലെ സംസ്ഥാന കൌൺസിൽ യോഗം ചേർന്നതിന് ശേഷം കൌൺസിൽ പിരിച്ചുവിടും. പിന്നീടായിരിക്കും പുതിയ കൌൺസിൽ പ്രഖ്യാപിക്കുക. പുതിയ കൌൺസിലിൽ ഭാരവാഹികളെ ഉൾപ്പെടെ സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിക്കും. ഈ തരത്തിലാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ. ഏതായാലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആര് എന്നറിയാൻ, ഇനി മുസ്ലിം ലീഗിനെ ആര് നയിക്കും എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇരുപക്ഷത്തും ശക്തമായ നിലപാടുകളുമായി ഇരുപക്ഷവും ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മത്സരത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഇരുപക്ഷവും ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മലപ്പുറത്ത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനമുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി, അതേപോലെ തന്നെ KPA മജീദ്, PMA സലാം, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മലപ്പുറത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇതുവരെയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ളത്. മാത്രമല്ല MK മുനീറിന് CHന്റെ മകൻ എന്നുള്ള പരിഗണന കൂടിയുണ്ട്. ആ ഒരു വൈകാരികത കൂടി ഇവിടെ ഉണ്ട്. സാദിഖ് അലി തങ്ങളോട് സംസാരിച്ച സമയത്ത് MK മുനീറും ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ തരത്തിൽ MK മുനീറിന് സാധ്യതയുണ്ട്. പക്ഷേ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് നിർദ്ദേശിക്കുന്നത് PMA സലാം തന്നെ ജനറൽ സെക്രട്ടറി ആവണം എന്നുള്ള നിലക്കാണ്. ആ നിലയ്ക്ക് ഈ ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതെങ്കിൽ ആ സാധ്യത PMA സലാമിനായിരിക്കും. ഇക്കാര്യത്തിൽ ഏതായാലും അന്തിമ തീരുമാനം സാദിഖ് അലി തങ്ങളുടേത് മാത്രമാണ്. അദ്ദേഹം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും മത്സരമുണ്ടാവില്ല എന്നുള്ള നിലക്കായിരുന്നു ഇന്നലെ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. മത്സരത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കും. മുസ്ലിം ലീഗിന്റെ ഒരു പാരമ്പര്യമല്ല മത്സരിക്കുക എന്നുള്ളത്. അത് ഈ ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പാരമ്പര്യം. അക്കാര്യത്തിൽ യാതൊരു തർക്കത്തിനും സാഹചര്യമില്ല എന്ന് സാദിഖ് അലി തങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെ തർക്കങ്ങളില്ലാതെ ഇത് പരിഹരിക്കാൻ കഴിയുമോ? ഈ കാര്യത്തിൽ PMA സലാമോ MK മുനീറോ ഭാരവാഹിയായി എത്തുകയാണെങ്കിൽ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതിനാണ് ഇനി കാത്തിരിക്കുന്നത്. ഏതായാലും ഉന്നതാധികാര സമിതി യോഗം അല്പസമയത്തിന് ചേരും. തങ്ങളും അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സമിതി യോഗം അല്പസമയത്തിനകം ചേരും. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരാകും നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന കാര്യത്തിൽ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് അശ്വിൻ വല്ലത്ത് റിപ്പോർട്ട് ചെയ്തത്.
സച്ചിൻ ദേവ് MLA-ക്കെതിരെ സ്പീക്കർക്കും സൈബർ സെല്ലിനും പരാതി നൽകി KK രമ MLA. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അപവാദ പ്രചരണം നടത്തുന്നു എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കൈക്ക് പരിക്കേറ്റതിൽ ആസൂത്രിതമായി വ്യാജ പ്രചരണം നടത്തുകയാണെന്നും ചികിത്സ നിശ്ചയിച്ചത് ഡോക്ടർമാരാണെന്നും KK രമ ന്യൂസ് 18നോട് പറഞ്ഞു. തന്റെ ചികിത്സാ വിവരങ്ങൾ CPM നേതാക്കൾക്ക് ലഭിക്കുന്നതെങ്ങനെയെന്നും KK രമ ചോദിച്ചു. ചികിത്സ സംബന്ധിച്ച വ്യക്തി വിവരങ്ങൾ ചോരുന്നത് ഗുരുതരമായി കാണണം. ആക്രമണം അഴിച്ചുവിട്ടത് പ്രതിപക്ഷമാണെങ്കിൽ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രമ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അപകീർത്തികരമായ ഒരു പോസ്റ്റാണ് ബഹുമാനപ്പെട്ട സച്ചിൻ ദേവ് MLA കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ. അതും വിവിധ സമയങ്ങളിൽ ഉള്ള എടുത്ത ഫോട്ടോസ് എടുത്ത് തെറ്റായ സമയം കൊടുത്തു ആളുകളിലേക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു MLA എന്ന നിലയ്ക്ക് എന്നെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളാണത്, എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട്. ആ പോസ്റ്റിന് ശേഷമാണ് മുഴുവൻ സൈബർ ഇടങ്ങളും അത് ഏറ്റുപിടിച്ച് എനിക്കെതിരെ ആ നിമിഷം തൊട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ. അല്ല, അത് പറയേണ്ടത് ഞാനല്ല, ഡോക്ടറാണ്. എനിക്ക് പരിക്കുപറ്റി, ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കുപറ്റി ഞാൻ ഇവിടുത്തെ നിയമസഭയിലെ ക്ലിനിക്കിലാണ് ആദ്യം കാണിക്കുന്നത്. അവിടുത്തെ ഡോക്ടർ നോക്കി എനിക്ക് എൻ്റെ കയ്യിൽ നീര് വന്ന സമയത്ത് അവർ സ്ലിങ്ങിടുകയാണ്. അതിനുശേഷം അവർ റെഫർ ചെയ്യാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറാണത് തീരുമാനിക്കുന്നത്. ആ കള്ളം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനല്ല. ആ പ്രചരണം എനിക്കെതിരെയല്ല, ഡോക്ടർക്കെതിരെയാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ എനിക്കറിയില്ല, യഥാർത്ഥത്തിലാണോ വ്യാജമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അതെങ്ങനെ പുറത്തുപോയി? സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇത്തരം വ്യക്തികളുടെ ഡേറ്റകൾ പുറത്തു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ്, അത് പരിശോധിക്കണം, അത് അന്വേഷിച്ച് നിയമ നടപടിയിലേക്ക് പോകേണ്ടതാണ്. ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടിയിലേക്ക് തന്നെ പോകും. അതേസമയം സച്ചിൻ ദേവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. പൊട്ടലില്ലാത്ത കൈക്കാണ് KK രമ പ്ലാസ്റ്റർ ഇട്ടതെന്ന് ഇപ്പോൾ ബോധ്യമായെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പൊട്ടില്ലാത്ത കൈക്കാണ് ഈ പ്ലാസ്റ്റർ ഇട്ടത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്ന വിവരമാണ്. അത് ഈ പൊട്ടും പൊട്ടില്ലായ്മയെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു ഉപകരണമായിട്ട് ഈ പൊട്ടിയ കൈ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അത് ശരിയായ സമീപനമല്ല. പിന്നെ പൊട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി ആധുനിക സമൂഹത്തിന് എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ കളവൊന്നും പറയേണ്ട കാര്യമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തന്നെ മതി. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, അതിക്രൂരമായി അധിക്ഷേപിക്കപ്പെട്ടു താൻ സമൂഹ മാധ്യമങ്ങളിൽ, അതിനൊരു MLA-യുടെ പോസ്റ്റ് തന്നെ വഴിയൊരുക്കി എന്നാണ് KK രമ പറയുന്നത്. ഒപ്പം MV ഗോവിന്ദൻ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നും പറയുന്നു. എന്താണ് പരാതി നൽകാൻ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നാണ് KK രമ വിശദീകരിക്കുന്നത്. വ്യക്തി വിവരങ്ങൾ എങ്ങനെ ചോരുന്നു എന്ന ചോദ്യം ഉൾപ്പെടെ ചോദിക്കുന്നുണ്ടല്ലോ KK രമ. തീർച്ചയായും പരാതിയും ഉന്നയിച്ച ആരോപണങ്ങളും KK രമ ഉന്നയിച്ച ആരോപണങ്ങളും ഗുരുതരമാണ്. സാധാരണ സ്പീക്കർക്ക് ഒരു MLA മറ്റൊരു MLA-ക്കെതിരെ പരാതി നൽകാറുണ്ട്. പക്ഷേ പോലീസിൽ പരാതി നൽകുന്നതും ഇതാദ്യമാണ്. അന്ന് നിയമസഭയിൽ സംഘർഷം നടന്ന ദിവസം 2 സമയത്തുണ്ടായിരുന്ന ഫോട്ടോ സച്ചിൻ ദേവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുകയും അത് ഒരു കൈയിലേക്കിട്ട് മറ്റൊരു കൈയിലേക്ക് മാറിപ്പോയി എന്ന അർത്ഥത്തിൽ കൈക്ക് പരുക്കുകളൊന്നുമില്ല എന്ന് വരുന്ന രീതിയിലുള്ള പോസ്റ്റായിരുന്നു ഇട്ടിരുന്നത്. അതൊരു സിനിമയുടെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. ഇൻഡു പോസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ പോസ്റ്റിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കമന്റുകളും വലിയ രീതിയിൽ KK രമയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വന്നു. ഇപ്പോഴും ആ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ KK രമ MLA അധിക്ഷേപിക്കുന്നതും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളുമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യം ഇന്നലെ സ്പീക്കർക്ക് പരാതി നൽകി, ഇന്ന് സൈബർ സെല്ലിന് KK രമ പരാതി നൽകി. ഈ പോസ്റ്റിനെ തുടർന്ന് തനിക്കുണ്ടായ മാനഹാനി പരിഹരിക്കണമെന്നും പോസ്റ്റ് പിൻവലിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ 2 പരാതികളും നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ KK രമ MLA-യുടെ പറയുന്ന രീതിയിൽ ഈ
എക്സ്റേ ഇമേജുകളും പല സൈബർ CPM അനുകൂലികളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് തന്റെ ആരോഗ്യ വിവരങ്ങൾ അത് സ്വകാര്യ വ്യക്തികൾക്ക് ചോർന്നു പോയത് എന്ന് അന്വേഷിക്കണം. അത് തന്റേതാണോ എന്നുള്ള കാര്യമാണ് ആദ്യം ഉറപ്പിക്കണം. രണ്ട്, ഇതെങ്ങനെയാണ് ചോർന്നത് എന്നുള്ള കാര്യവും അന്വേഷിക്കണം. സാധാരണഗതിയിൽ ഈ ഒരാളുടെ വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഒന്നാണ്. അത് എങ്ങനെ CPM അനുകൂലികൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ള ഗുരുതരമായ ഒരു ആവശ്യവും KK രമ മുൻവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗിക പ്രതികരണത്തിനും മറ്റും തങ്ങൾക്ക് അവകാശമില്ല, DMO ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നൽകുമെന്നാണ്. എന്തായാലും ഇന്ന് DMOയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നിലവിൽ ഇതുവരെ നൽകിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. കാരണം നേരത്തെ CPM അംഗങ്ങൾ നൽകിയ പരാതിയിൽ ഈ വാച്ച് ആൻഡ് വാർഡ് നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ പരാതി ഇതുവരെ DGP പരിഗണിച്ചിട്ട് പോലുമില്ല. ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു പരാതി നൽകിയത് ഏത് രീതിയിൽ പോലീസ് എടുക്കുമെന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. നേരത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് KK രമ നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ട എന്നൊരു തീരുമാനമുള്ളത് എടുക്കേണ്ട എന്ന തീരുമാനം തന്നെയാണുള്ളത്. സനീഷ് കുമാർ MLA പരാതിക്കൊപ്പം അന്വേഷിച്ചാൽ മതി എന്നാണ് അതിലുണ്ടായിരിക്കുന്ന തീരുമാനം. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ കാര്യത്തിൽ സ്പീക്കറും ഒപ്പം തന്നെ സൈബർ സെല്ലിൽ നൽകിയിരിക്കുന്ന പരാതിയിലും നടപടികൾ ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ആശുപത്രി അധികൃതർ DMO ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകും. വ്യക്തിവിവരങ്ങൾ എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ച് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയിലേക്ക്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി പിഴയിട്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ. 1 മാസത്തിനകം പിഴ ഈടാക്കാനും നിർദ്ദേശമുണ്ട്. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം ഈ ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് തീരുമാനമെന്ന് മേയർ അനിൽകുമാർ പ്രതികരിച്ചു. NGTയിൽ ഒരു വിശദമായ വാദം ഇന്നലെ നടന്നിരുന്നില്ല. കോടതി വളരെ പ്രക്ഷുബ്ധമായി തന്നെ കോടതിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ അഫിഡവിറ്റുകൾ നമ്മുടെയും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുത്തു. പക്ഷെ അത് പരിഗണിച്ച് പിന്നീട് ഒരു ദിവസം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിയറിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും വിധി എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഈ ഓർഡർ വന്നിട്ടുള്ളത്. ഈ ഓർഡർ നിയമപരമായി സ്വാഭാവികമായും നമുക്ക് ചാലഞ്ച് ചെയ്യേണ്ടി വരും. അതല്ലാതെ വേറെ മാർഗമില്ല. NGT പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ സമീപിക്കും. കാരണം ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ലൈനോടുകൂടി ജൂൺ വരെ ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ചേർന്ന് കോർപ്പറേഷൻ പ്രതികരിക്കും. ഗൗരവത്തോടെയാണ് ഈ ഉത്തരവിനെ കാണുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കോർപ്പറേഷൻ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും നേരത്തെ കേരളത്തെ പിഴയിൽ നിന്ന് ഒഴിവാക്കിയ അതേ ഗ്രീൻ ട്രിബ്യൂണൽ തന്നെയാണ് ഇപ്പോൾ പിഴ ഈടാക്കുന്നതെന്നും MP രാജേഷ് പറഞ്ഞു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നു. ഈ ഉത്തരവിനെ മാനിക്കുകയും ചെയ്യുന്നു. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. ഇപ്പോൾ ഇതേ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഈ ലെഗസി വേസ്റ്റ് റിമൂവ് ചെയ്യേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം 2020 സർക്കാർ ഉത്തരവിറക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തി പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്താണ്. അതിന്റെ സൂപ്പർവിഷനാണ് നഗരസഭ ചെയ്യേണ്ടത്. രണ്ടുപേരും അതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട നഗരസഭയും അത് നടപ്പാക്കാൻ 3 കൊല്ലമായി ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ദയനീയമായി പരാജയപ്പെട്ടു. ഇത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഈ പിഴ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിൽ ഉത്തരവാദികളായ ആളുകൾ അവരാണ് ഈ പിഴ കൊടുക്കേണ്ടതെന്ന്. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഗ്രീൻ ട്രൈബ്യൂണലിൽ ഈ പിഴ അടയ്ക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കുറ്റക്കാർ, ജനങ്ങളാണ് കുറ്റക്കാർ. നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ പണം അടയ്ക്കേണ്ടത്. അത് ഉത്തരവാദികളായ ആളുകൾ. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചതുപോലെ ആർക്കാണ് അക്കൗണ്ടബിലിറ്റി, ആർക്കാണ് ഉത്തരവാദിത്വം? ഇതൊരു ക്രൂരമായ കൃത്യമാണ്. ഈ ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് കത്തിച്ച് ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ വിഷപ്പുക നിറച്ച് ഏറ്റവും അപകടകാരിയായ ഡയോക്സിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങൾ കാരണമാക്കുന്ന ഈ സംഭവം കരാറുകാരെ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതിൽ സർക്കാരിനുണ്ടായ വീഴ്ച സംബന്ധിച്ച് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ലെഗസി മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നീക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതാണ്. അതിന് മേൽനോട്ടം നൽകുക എന്ന ഒരു ചുമതല മാത്രമാണ് നഗരസഭയ്ക്കുണ്ടായിരുന്നത്. അതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന സാഹചര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇത് ഗ്രീൻ ട്രിബ്യൂണൽ സ്വമേധയാ എടുത്ത കേസാണെന്നും അതുകൊണ്ട് തന്നെ അപ്പീൽ പോയാൽ അതിൽ അനുകൂല വിധി ഉണ്ടാകാൻ സാഹചര്യം ഇല്ല എന്നും മുൻ മേയർ ടോണി ചമ്മണി പ്രതികരിച്ചു. അല്ല, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂ. NGT സ്വമേധയ എടുത്തതാണ് ഈ കേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചുമതലപ്പെട്ട ഗവൺമെന്റും തദ്ദേശ സ്ഥാപനവും വീഴ്ച വരുത്തി എന്ന് പ്രഥമ ദൃഷ്ട്യ NGTക്ക് ബോധ്യപ്പെട്ട് കാണും. ഇത്തരം കാര്യങ്ങളിൽ ചുമത്തുന്ന ഒരു സ്വാഭാവിക നടപടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതാണ് ഏറ്റവും നിർഭാഗ്യകരമാണ്. ഇതിലുള്ള പ്രശ്നം, ഈ തുക കൊച്ചി കോർപ്പറേഷൻ പോലത്തെ ഒരു ലോക്കൽ ഗവൺമെന്റിന് നഗരത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ തടസ്സമാവും. അതും വരുത്തിവെച്ച വിനയാണെങ്കിൽ പോലും അത് അനുഭവിക്കാൻ പോകുന്നത് ഈ നഗരത്തിലെ 6 ലക്ഷത്തോളം ജനങ്ങളാണ് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. കൊച്ചിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് പിഴ ഈടാക്കിയ നടപടി എന്നാണ് ഹൈബി ഈഡൻ MPയും TJ വിനോദും പ്രതികരിച്ചത്. മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ സർക്കാർ പരിപൂർണമായി പരാജയപ്പെട്ടു എന്ന ഗൗരവമേറിയ നിരീക്ഷണമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നടത്തിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചി നിവാസി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുമല്ല, നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്. കൊച്ചിക്കും കേരളത്തിനും വലിയൊരു അപമാനമായി ഈ വിധി മാറിയിരിക്കുകയാണ്. അനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. ബ്രഹ്മപുരം വിഷയത്തിൽ കോർപ്പറേഷന് 100 കോടി പിഴ ഈടാക്കിയ നടപടി സർക്കാരിനും കോർപ്പറേഷനും ഒക്കെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും ഈ വിഷയത്തിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നതുമായ നടപടിയാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ പ്രതികരണങ്ങൾ, ഇതിനെ എങ്ങനെ നേരിടാനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത്? ഇന്നലെ സ്വമേധയാ എടുത്ത ഹർജിയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനും കോർപ്പറേഷനുമെതിരെ ഗ്രീൻ ട്രിബ്യൂണൽ ഉന്നയിച്ചത്. ഇതിനുശേഷം സർക്കാരും കൊച്ചി കോർപ്പറേഷനും വിശദമായ സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തീപിടുത്തം ഉണ്ടാവാനുണ്ടായ സാഹചര്യം, തീപിടുത്തം ഉണ്ടായ ശേഷം നടത്തിയ നടപടിക്രമങ്ങൾ, ഇനി കൈക്കൊള്ളാൻ പോകുന്ന ഭാവി പരിപാടികൾ എന്നിങ്ങനെ വളരെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് 500 കോടി രൂപ പിഴ ഈടാക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പോലും നൽകുകയും ചെയ്തു. എന്നാൽ രാത്രി ഇറങ്ങിയ ഉത്തരവിലാണ് 100 കോടി രൂപ കോർപ്പറേഷന് പിഴയായി വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ 1 മാസത്തിനുള്ളിൽ കെട്ടിവെക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആളുകൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു തുകയായി ഇത് വിനിയോഗിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തെ വായുവും വെള്ളവും മണ്ണുമെല്ലാം അങ്ങേയറ്റം മലിനീകരണത്തിന്റെ തോത് അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന അത് പ്രത്യേകം ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ സത്യവാങ്മൂലം നൽകിയ ശേഷം കൃത്യമായി കോർപ്പറേഷന്റെ ഒരു വിശദീകരണം തേടാതെയാണ്, അല്ലെങ്കിൽ വാദം ഉന്നയിക്കാൻ ഒരു അവസരം നൽകാതെയാണ് ഇത്തരമൊരു വിധി ഉണ്ടായത് എന്ന ഒരു വിലയിരുത്തലാണ് കോർപ്പറേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ അപ്പീൽ നൽകിയാൽ എന്തെങ്കിലും ഒരു പോംവഴി തെളിയും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ തന്നെ ഒരു ഹർജി, സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കുകയും ചില നിർദ്ദേശങ്ങൾ, കർമ്മ പദ്ധതികൾ എന്നിവ ആസൂത്രണം ചെയ്യുകയും കോർപ്പറേഷനോട് ആലോചിക്കാൻ തീരുമാനിക്കുകയും സർക്കാരിനോടും ഒക്കെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പിഴ അടച്ചുള്ള വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിനും കോർപ്പറേഷൻ എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കൊച്ചി കോർപ്പറേഷനുള്ളത്. സംസ്ഥാന സർക്കാർ ആകെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പദ്ധതി വിഹിതത്തിൽ പോലും കാര്യമായൊരു വിഹിതം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ 1 മാസം മുമ്പ് മേയർ അനിൽകുമാർ പറയുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വലിയ പിഴ കോടതി ട്രൈബ്യൂണലിൽ നിന്നും കൊച്ചി കോർപ്പറേഷന് മേൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് എങ്ങനെ പരിഹരിക്കണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നടക്കുന്നത്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗുരുതരമായ ഒരു സാഹചര്യം, ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ഉത്തരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. അതെങ്ങനെ മറികടക്കാമെന്ന കൂടിയാലോചനകളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതാണ് അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തത്.
അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മധു, ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ അന്തിമ വിധി എന്നുണ്ടാകുമെന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് കോടതി അത് കേസ് 30-ന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അന്നായിരിക്കും എന്ന് ഈ കേസിൽ വിധി ഉണ്ടാകുമെന്ന് കോടതി അറിയിക്കുക. ഈ മാസം അവസാനം തന്നെ ഈ കേസിൽ വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഈ മാസം അവസാനം വിധി ഉണ്ടാവുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കോടതി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഇത്രയും ബൃഹത്തായ ഒരു നിയമ നടപടിക്ക് ശേഷമുള്ളൊരു വിധിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം ഈ വിധി കോടതി പൂർത്തിയാക്കി എഴുതുവാൻ. അതിനുള്ളൊരു കാലതാമസം എന്തായാലും അതിലുണ്ടാവും. അതിലും വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഓൾറെഡി നമ്മൾ മാധ്യമങ്ങളോട് ആ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇന്ന് മിക്കവാറും വിധി പ്രസ്താവിക്കാനുള്ള സാധ്യത കുറവായിരിക്കുമെന്നും മാസാവസാനത്തോടു കൂടിയൊക്കെ തന്നെ ഇത് വിധി പറയാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിൽ സർപ്രൈസുകളൊന്നുമില്ല. പ്രോസിക്യൂഷൻ ഇപ്പോഴും അത് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അത് പ്രതികളുടെ ആരോപണമാണ്. കൊലപാതകമല്ല, കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവരുടെ ഇപ്പോൾ ഉള്ള ആരോപണം. നോക്കാം. തീർച്ചയായിട്ടും. ട്രെയിനിൽ വെച്ച് മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ സൈനികൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി പ്രതീഷ് കുമാറാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാജധാനി എക്സ്പ്രസിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ യുവതിയെ മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഒരു സൈനികനാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചതെന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. സൈനികനായതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, പത്തനംതിട്ട സ്വദേശി പ്രതീഷ് കുമാറാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാജധാനി എക്സ്പ്രസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മണിപ്പാൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് RPF ലഭിച്ച പരാതി ആലപ്പുഴയിലേക്ക് കൈമാറുകയായിരുന്നു. ആലപ്പുഴ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ട്രെയിനിൽ വെച്ച് പ്രതീഷ് കുമാർ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുകയും പിന്നീട് ബലമായി മദ്യം നൽകിയ ശേഷം പീഡിപ്പിക്കും എന്നുള്ളതാണ് പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മാന്നാറിൽ വെച്ചാണ് പ്രതീക്ഷ അറസ്റ്റിലായിട്ടുള്ളത്. മാന്നാറിൽ ഭാര്യ വീട്ടിലെത്തിയ ശേഷമാണ്, അതായത് പത്തനംതിട്ട സ്വദേശിയാണ് ഇയാൾ. പക്ഷേ മാന്നാറിൽ ഭാര്യ വീട്ടിൽ വെച്ച് ഇന്നലെ രാത്രിയോടുകൂടി ആലപ്പുഴയിലെ RPF സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 40 ദിവസത്തെ അവധിക്കായി ജമ്മു കാശ്മീരിൽ നിന്നും എത്തിയ സൈനികനാണ് പ്രതീക്ഷ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായുള്ള ചർച്ച ശരിവെച്ച് RSS. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു ചർച്ചയെന്ന് RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ എന്നിവർ പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് ലീഗ് സിറ്റിംഗ് MLA-യുമായി അടക്കം ചർച്ച നടന്നു. വിശാലമായ രാജ്യ താൽപര്യം മുന്നിൽ കണ്ട എല്ലാവരുമായും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. അല്ല, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച ചെയ്തെന്ന് പറയുന്നത് ഒരു ഡെലഗേഷൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വേണ്ടി ഒരു മുസ്ലിം ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുണ്ടായിരുന്നു. അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഒരു സംഘടനകളുമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നില്ല, ഒരു ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയായിരുന്നു. കേരളത്തിലും ഇസ്ലാം സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൗഹാർദ്ദം പുലർത്തുന്ന ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ 3 ദിവസം തുടർച്ചയായിട്ടുള്ള യാത്ര ചെയ്ത സമയത്ത് മുസ്ലിം നേതാക്കന്മാരെ കാണണം എന്നും പറഞ്ഞിട്ട് ഞാൻ 5-8 മുസ്ലിം നേതാക്കന്മാരെ കാണുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ വർഗീയവാദികളല്ല, നിങ്ങളുമായിട്ട് സഹകരിക്കാനും സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ചർച്ചയല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കം എന്നുള്ള രീതിയിൽ അത് നടക്കുന്നുണ്ട്. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്ന ചർച്ച വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണല്ലോ. അതിലിപ്പോൾ എന്തായാലും നിലപാട് പറഞ്ഞിരിക്കുന്നു RSS, അതിനെ ശരിവെച്ചിരിക്കുകയാണ്. ഒപ്പം ലീഗ് സിറ്റിംഗ് MLA-യുമായി ഉൾപ്പെടെ ചർച്ച നടന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ RSS നേതൃത്വം ന്യായീകരിക്കുന്നത്? രേണുക, രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ പരിഗണിച്ച് എല്ലാവരുമായുമുള്ള ചർച്ചകൾക്ക് RSS ഇപ്പോഴും സന്നദ്ധമാണ് എന്ന് തന്നെയാണ് ഈ കേരള ഭാരവാഹികൾ
വ്യക്തമാക്കുന്നത് പല വിഭാഗങ്ങളുമായുള്ള ചർച്ചകൾ നടത്തുന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും മുസ്ലിം വിഭാഗങ്ങളുടെയും പലതരം സംഘടനകൾ ചർച്ചകൾ വേണമെന്ന ആവശ്യവുമായി RSSന്റെ അടുക്കലേക്ക് തന്നെ എത്തുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയും സമാനമായ രീതിയിൽ തന്നെ ഒരു ചർച്ച നടത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത്. എന്നാൽ സംഘടനാ തരത്തിലുള്ള ഒരു ചർച്ചയല്ല നടന്നത്. ചില നേതാക്കൾ മുന്നോട്ട് വരികയും ഒരു ഭൗതികമായ നിലവാരത്തിലുള്ള ഒരു ചർച്ച നടത്തുകയുമാണ് ചെയ്തത്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ഇത്തരം ചർച്ചകൾ നടത്തിയത്. എന്നാൽ ദേശദ്രോഹ നിലപാടുകളുള്ള സംഘടനകളുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും RSS തയ്യാറാവില്ല എന്നും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ നിലപാട് തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള വഴികൾ അടയുമെന്ന മുന്നറിയിപ്പും RSS നൽകുന്നുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടന എന്നും പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഒരു ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലപാട് അംഗീകരിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ വർഗീയമായ നിലപാടുകൾ ലീഗ് സ്വീകരിക്കാറുണ്ട്. ഒരു ലീഗ് MLA-യുമായി ചർച്ചകൾ നടന്നിരുന്നു എന്നും പറയുന്നു. ഒപ്പം ഈ ഒരു ഹിന്ദു രാഷ്ട്രം ആണ് ഇന്ത്യ എന്ന് ഉറപ്പിച്ചു തന്നെ RSS പറയുന്നു. അതുകൊണ്ട് നിയമപരമായി അത് ആക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ജനകീയ പ്രതിരോധ ജാഥയിൽ ഉന്നയിച്ച കാര്യങ്ങൾ RSSനോടുള്ള ഭയനിമിത്തമാണ് എന്നും RSS നേതൃത്വം പറയുന്നു. ഒപ്പം സംഘടനാപരമായി വലിയ സ്വാധീനം ഈ RSSന് കേരളത്തിലുണ്ട്. പക്ഷേ ഇതിന് ആനുപാതികമായത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കാനോ BJPക്ക് കഴിയുന്നില്ല എന്നും RSS പറയുന്നു. ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ഇതൊക്കെ തങ്ങളുടെ നിർബന്ധപ്രകാരവും തങ്ങളുടെ മുൻകൈയിലോ നടന്നതല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണോ? അവർ സമീപിക്കുന്നു എന്നതാണോ ഈ നേതാക്കൾ നൽകുന്ന വിശദീകരണം? തീർച്ചയായും പൂർണ്ണമായും RSSന്റെ താല്പര്യപ്രകാരമല്ല ചർച്ചകൾ നടന്നത് എന്ന് തന്നെയാണ് RSS നേതാക്കൾ വ്യക്തമാക്കുന്നത്. കാരണം ഒരു ഡെലിഗേറ്റ് സംഘം, ഒരു പ്രതിനിധി സംഘം ഈ RSSുമായി ചർച്ച നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുകയും അത്തരത്തിലൊരു ചർച്ചയ്ക്ക് നിന്നു കൊടുക്കുകയുമായിരുന്നു. അത് പൂർണ്ണമായും സംഘടനാ തരത്തിലുള്ള ഒരു ചർച്ചയല്ല, ഭൗതിക തരത്തിലുള്ള ഒരു ചർച്ചയാണ്. ഈ ക്രൈസ്തവ സംഘടനകൾ അടക്കമുള്ളവരുമായും പല തരത്തിലുള്ള ആശയങ്ങൾ. ഞാനൊന്ന് ഇടപെടുകയാണ് അനീഷ്. ഇപ്പോൾ മുസ്ലിം ലീഗ് യോഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുന്നു. അതിലേക്ക് ഈ 6 വർഷങ്ങൾക്ക് ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി, ലോകത്തുണ്ടായി. കൊറോണ പോലെയുള്ള വലിയ വെല്ലുവിളികളും കഴിഞ്ഞ നമ്മുടെ ഈ കൗൺസിലിൻ്റെ കാലത്ത് തന്നെയാണ് കൊറോണയും ലോകത്ത് വന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് സംഭവവികാസങ്ങൾ രാഷ്ട്രീയമായിട്ടും അല്ലാതെ ഇതൊക്കെ നടന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടായി. സംസ്ഥാന രാഷ്ട്രീയവും വളരെ സംഭവബഹുലമായിരുന്നു. യോഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ലോ കോളേജ് സംഘർഷത്തിൽ നിയമ നടപടികൾക്ക് ഒരുങ്ങിയിരിക്കുന്നു അധ്യാപകർ. അവർ കോടതിയെ സമീപിക്കുകയാണ്. കോടതിയിൽ റിട്ട് ഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് ചേരുന്ന PTA യോഗത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഐശ്വര്യ അനിലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐശ്വര്യ, എന്താണ് അധ്യാപകരുടെ നീക്കം? രേണുക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ലോ കോളേജുമായി ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് ഒരുപാടധികം സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. SFIയും KSUവും തമ്മിൽ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന സംഘർഷത്തിൽ ഒരു അധ്യാപികയ്ക്കൂടെ പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള നിയമ നടപടിക്ക് അല്ലെങ്കിൽ നിയമപരമായി നീങ്ങാൻ അധ്യാപകർ ഒരുങ്ങുന്നത്. പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം അത് സർക്കാർ ലോ കോളേജുകളിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്തമായി 4 സർക്കാർ ലോ കോളേജുകൾ ചേർന്നുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്യാനുള്ള നീക്കം, ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരു ആലോചനയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന PTA യോഗത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത്തരം കാര്യങ്ങൾ, അതായത് ഒരു അധ്യാപികയ്ക്ക് നേരെ പോലും കയ്യേറ്റ ശ്രമം ഉണ്ടാവുന്ന സാഹചര്യം രക്ഷിതാക്കളെ കൂടി അറിയിക്കേണ്ടതുണ്ട്. അവരുടെ കൂടി പക്ഷം കേട്ട ശേഷം ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് അധ്യാപകരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ നിയമപരമായി നീങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഈ PTA യോഗത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഉയരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് ദുർബല വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ തടഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രം കുറ്റമായി കണ്ടുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ശരി, അധ്യാപകരെ പൂട്ടിയിട്ടുള്ള സമരത്തോട് യോജിപ്പില്ല എന്നാണ് ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അതേസമയം ഇവിടെ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് അധ്യാപകർ പറയുന്ന കാര്യം മാത്രമാണ്, SFIയോട് മാധ്യമങ്ങൾ പറയുന്ന കാര്യം മാത്രമാണ്. SFIക്കാരോട് ചോദിച്ചാൽ മാത്രമേ വസ്തുത എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ പറയും.
ഇല്ല, അധ്യാപകരെ പൂട്ടിയിടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ പൂട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതെ, അതിപ്പോൾ നിങ്ങൾ പറയുന്നതാണ്. ഇനിയിപ്പോൾ SFIക്കാരോട് കൂടി ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ നോക്കാം. ഞങ്ങൾ ആ രീതിയിലുള്ള സമരത്തിന് അംഗീകാരം കൊടുക്കുന്നു. ഞങ്ങൾ അംഗീകരിക്കുന്നു. ജനാധിപത്യ രീതിയിലാണ് എല്ലാ സമരവും നടക്കേണ്ടത്. തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയെയും നമ്മൾ വെച്ച് ഉറപ്പിക്കുന്ന നില സ്വീകരിക്കും. ബ്രഹ്മപുരം വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടക്കാനിരിക്കെയാണ് ഈ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കിയത് എന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. സഭയിൽ എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണെന്നും MP രാജേഷ് പറഞ്ഞു. ബ്രഹ്മപുരം എന്ന ആയുധം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് പുതിയ ആയുധം തേടുന്നത്. അപ്പം അത്ര സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം പുലർത്തുന്നത് ശരിയാണോ എന്നുള്ളത് അവർ ആലോചിക്കേണ്ടതാണ്. നിയമസഭയിലെ പ്രശ്നങ്ങളിൽ വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. ആര് ജയിച്ചു ആര് തോറ്റു എന്നതല്ല പ്രശ്നം, കാര്യങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കണം. പ്രതിപക്ഷ നേതാവുമായി പാർലമെന്ററി കാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതവിടെ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നാളെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. അത് പരസ്പരം കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരും. അപ്പോൾ ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നത്തെ എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ വിലയിരുത്തി സ്പീക്കർ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷത്തിന് നിയമസഭ ചേരണമെന്ന ആഗ്രഹമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം മറച്ചുവെക്കാനാണ് സഭയിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് അവർക്കറിയില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടാണല്ലോ സ്തംഭിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് അത് അവർക്ക് ഈ നിയമസഭ കൂടണമെന്നില്ല. കാരണം അജണ്ട അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം അവർ തമ്മിൽ വലിയ പ്രശ്നമാണ്. അത് മുസ്ലിം ലീഗിനും പ്രശ്നമുണ്ട്, കോൺഗ്രസിന് പ്രത്യേകിച്ചും പ്രശ്നമുണ്ട്, പ്രസിഡന്റിനെ പറ്റിയുള്ള പ്രശ്നമുണ്ട്. പ്രസിഡന്റ് എന്താ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും കൊടുത്തില്ല, കോൺഗ്രസിനും കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറയായിട്ടാണ് അസംബ്ലിയിൽ അക്രമവും പ്രശ്നങ്ങളും ഒക്കെ അരങ്ങേറ്റുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയ മോശം പരാമർശത്തിനെതിരെ MV ഗോവിന്ദൻ രംഗത്ത്. ഫ്യൂഡൽ ജീർണത നിറഞ്ഞ പദപ്രയോഗമാണ് K സുധാകരൻ നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ജീർണമായ പദപ്രയോഗങ്ങളും പ്രശ്നങ്ങളുമാണ് ഓരോരുത്തരും, അത് പ്രതിപക്ഷ നേതാവായാലും അതുപോലെ തന്നെ KPCC പ്രസിഡന്റായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് പകരം വ്യക്തികളെ അധിക്ഷേപിക്കാനുള്ള ഫ്യൂഡൽ ജീർണതയുടെ പദപ്രയോഗങ്ങളല്ല ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് വിശദീകരിച്ചു. സുധാകരനും സുരേന്ദ്രനും ഒരേ രാഷ്ട്രീയ മനസ്സെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സുധാകരന് അതേ ഭാഷയിൽ മറുപടി നൽകാനാവില്ല. വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചാൽ പേടിച്ച് പിന്മാറില്ല. മത്സരിച്ചപ്പോൾ ഇതിലും വലിയ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ബേപ്പൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മാനേജ്മെന്റ് കോട്ട പോലുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാനില്ല എന്നും റിയാസ് പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനകളും BJP സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവനകളും ഒറ്റ നോട്ടത്തിൽ ഇത് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അടിയിൽ നന്നായിട്ട് പേര് നോക്കും. രണ്ടുപേരുടെയും ഇനീഷ്യലും ഒന്നാണ്. രണ്ടുപേരുടെയും ഇനീഷ്യൽ മാത്രമല്ല ഒന്ന്, മനസ്സും ഒന്നാണ്. കേരളത്തിലെ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് 5 മിനിറ്റ് ആയിട്ടില്ല. അപ്പത്തിന് ചാടി വീണ് വിമോചന സമരം കൊണ്ടുവരും എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് ശാഖയ്ക്ക് കാവൽ വെക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ ശാഖയ്ക്ക് കാവൽ നിൽക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ നീക്കം ശക്തമാക്കി വിമത വിഭാഗം. ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് പദവി രാജിവെച്ച് മാറി നിന്ന് വിചാരണ നേരിടണമെന്ന് വിശ്വാസി കൂട്ടായ്മയായ അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും കർദിനാൾ ആലഞ്ചേരി കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ തുടരുന്ന ഒരു വ്യക്തി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് കോടതിയിൽ വിചാരണ നേരിടുന്നത് സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും ക്രൈസ്തവരെയും അപമാനിക്കലാണെന്ന് വിമത വിഭാഗം പറയുന്നു. കർദിനാൾ ആലഞ്ചേരി സ്വയം മാറി നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി വത്തിക്കാനും സിറോ മലബാർ സഭ സിനഡും സ്വീകരിക്കണമെന്ന് പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി PP ജറാത്ത് പറഞ്ഞു. എനിക്കെതിരെ എന്തെല്ലാം വിധിയുണ്ടായാലും ഞാൻ കടിച്ചു തൂങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ ധാർഷ്ട്യം, ഇത് കേരള സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും വളരെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ആ നാണക്കേടിൽ നിന്ന് ഈ കത്തോലിക്ക സഭയെയും ഈ കേരളത്തിലെ സീറോ മലബാർ സഭയെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടുകൂടി രാജിവെച്ച്
തന്റെ മാന്യത തെളിയിക്കാനുള്ള മര്യാദ കാണിക്കാൻ ആലഞ്ചേരി തയ്യാറാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അൽമായ മുന്നേറ്റം അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികൾ കർദിനാൾ ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിനാണ് അൽമായ മുന്നേറ്റം ഒരുങ്ങുന്നത്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ ഇന്ന് കാണാം. ആര്യചേരി.